അസ്സലാമലൈക്കും. നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നതാണ്ട് നമ്മുടെ ഫാനിൻ്റെ എപ്പോഴും എല്ലാവരുടെയും തലവേദന, വീട്ടമ്മമാരുടെ ഒരു തലവേദനയാണ് ഈ ഫാനിൻ്റെ ലീഫിൽ പൊടി കയറിയിരിക്കും. അപ്പോൾ ഈ നോമ്പൊക്കെ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണിത്. നമ്മൾ ഇത് നീളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇത് അപ്പം പൊടി എടുക്കാം. ഇതിൻ്റെ ഫാനിൻ്റെ മുകളിൽ ഇരിക്കുന്ന ചിലന്തി വലയൊക്കെ അടിച്ച് മാറ്റാം. ഇതൊക്കെ ഉണ്ട്. ഇതേമാതിരി നീളം കൂട്ടിയെടുക്കാം. ഇതാണ് ഇത് ബ്രഷ്. ഇതിപ്പോൾ 3 വർഷം കൊണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പം നോമ്പൊക്കെ വരുന്ന സമയത്തും അല്ലാതെ എപ്പോഴും പൊടി എടുക്കുന്ന സമയത്ത് നമ്മുടെ ഇത് എടുക്കുക. ഇതാണ് ഈ ലീഫ്, ഫാനിൻ്റെ ലീഫ് ഇതകത്തോട്ട് കയറ്റിയതിന് ശേഷം അത് 2-3 പ്രാവശ്യം ഒന്ന് നീക്കിയാൽ ആ പൊടി അതേമാതിരി ഇനി വരും. അപ്പോൾ വെള്ളം നനച്ചും നമുക്ക് എടുക്കാം. ഈ മുറുക്കിയതിന് ശേഷം നമുക്കൊന്ന് കാണിക്കാം. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ അതാണ്ട് സിറ്റ് ഔട്ടിലെ ഫാനാണ് ഞാനിപ്പോൾ ഇത് ക്ലീൻ ചെയ്യുന്നത്. ഇത് കൂടെ ഞാൻ തുടച്ചുകൊണ്ട് വലിയ അഴുക്കില്ല, വലിയ പൊടികളില്ല. പിന്നെ വെള്ളയായതുകൊണ്ട് നമ്മൾ കൂടെ ഒന്ന് തുടയ്ക്കണം, എന്നാലേ അത് ക്ലീൻ ആയിരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് ലീഫിലോട്ട് അങ്ങോട്ട് ആ ബ്രഷ് അങ്ങോട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ട് 2-3 പ്രാവശ്യം ഒന്ന് കഴിയുമ്പോൾ ആ പൊടികളെല്ലാം അതേമാതിരി ഇങ്ങ് വരും. അങ്ങനെ ഓരോ ലീഫിലും ഇതേമാതിരി തന്നെ എൻ്റെ കയ്യിലെ മൊബൈൽ ഇരിക്കുന്നത് കൊണ്ടാണ് സ്വാതന്ത്ര്യമായിട്ട് എനിക്ക് 2 കൈയും വെച്ച് എടുക്കാൻ പറ്റാത്തത്. അല്ലാതെ വീഡിയോ എടുക്കണമല്ലോ ഇതിൻ്റെ. അപ്പം ഒരെണ്ണം എടുത്തതിന് ശേഷം അടുത്തതും ഇത് പൊടിയടിക്കുന്നത് കാണിക്കാം. അങ്ങനെ ഓരോന്ന് ഞാൻ എടുക്കുവാണ്. കണ്ടാ, ഞാൻ അതിന് ശേഷം അടുത്തത് എടുക്കണം. നല്ല ഉപയോഗമാണ് എനിക്ക് ഈ ബ്രഷ് വാങ്ങിച്ചതിന് ശേഷം. ഇപ്പം എല്ലാവരും വിചാരിക്കും, ഇതെന്തുവാ, ഇതെല്ലാവരുടെയും ഉള്ള, എല്ലാ കടകളിലും ഉള്ള. അപ്പം അറിയാൻ വയ്യാത്ത വീട്ടമ്മമാർ ഒരുപാട് പേരുണ്ട്. അവർക്ക് ഉപകാരം. കാരണം ഇത് കടയിൽ ചെന്നപ്പോൾ ഞാൻ പെട്ടെന്ന് പിന്നെ ആ കടയിൽ പോയിട്ട് ആ സാധനം കിട്ടിയിട്ടില്ല എനിക്ക്. ഞാൻ പിന്നെ ഇത് കണ്ടോണ്ട് ഓരോരുത്തർ ചോദിച്ച് എൻ്റെ അടിക്ക് എവിടെ നിന്ന് കിട്ടി. അപ്പോൾ കടയിൽ ചെന്നപ്പോൾ അത് തീർന്നു പോയെന്ന് പറഞ്ഞ്. അത് നമ്മൾ എന്ത് സാധനം കടയിൽ പോയി വാങ്ങിച്ചാൽ അന്നേരം വാങ്ങിക്കാം. പിറ്റേന്നേ വാങ്ങിച്ചാൽ അത് കിട്ടത്തില്ല. അപ്പോൾ ഓൺലൈനിലൊക്കെ കിട്ടുമായിരിക്കും. ഇതെനിക്കറിയത്തില്ല അതിനെപ്പറ്റി. അപ്പോൾ ഇത് ഫാനിൻ്റെ മുകളിലത്തെ പൊടി എടുക്കാനും നല്ലതാണ്. വേറെ ഒരു ഇത് ചിലന്തി വല അടിക്കുന്ന ഇതൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് തന്നെ മതി നമുക്ക്. നമ്മുടെ ആവശ്യം കഴിയുമ്പോൾ സൂക്ഷിച്ച് വെക്കാം, ചെറുതാക്കി വെക്കാം. അല്ലാതെ ഇതേമാതിരി നമുക്ക് ഇടയ്ക്കുള്ള പൊടികളും എടുക്കാം, തട്ടിയെടുക്കാം, തൂത്തെടുക്കാം. നമുക്ക് ബ്രഷ് ഇതൊന്ന് കഴുകിയതിന് ശേഷവും ഞാൻ കാണിക്കാം. ഈ ഫാനിൻ്റെ ലീഫിൽ വെച്ച് പൊടികൾ കിടക്കുന്നുണ്ട്. എത്ര അടിച്ചാലും നമുക്ക് പിന്നെയും പൊടികൾ വന്നുകൊണ്ടിരിക്കും. ഈ ബ്രഷ് കണ്ട, ഇതിനകത്തൊക്കെ നല്ല ഇതുണ്ട്, പൊടികളുണ്ട്. ഞാൻ വെള്ളം നനച്ചിട്ട് പൈപ്പിൻ്റെ കൊണ്ടുപോയി വെള്ളം നനച്ചിട്ടാണ് ഞാൻ ഇനി കൊണ്ടുവന്ന് ഇതിൽ അടിക്കുന്നത്. സിറ്റ് ഔട്ടിലാണെങ്കിൽ റൂമിനെക്കാട്ടിയും ഭയങ്കര സിറ്റ് ഔട്ടിൽ എപ്പോഴും പൊടി കയറുന്ന സ്ഥലമാണ്. അതുകൊണ്ട് എപ്പോഴും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കണം. ഒരു 2 മാസം കൂടുമ്പോഴൊക്കെ ക്ലീൻ ചെയ്യണം ഇതിന്. ഓരോന്നും ഇതേമാതിരി നമുക്ക് ക്ലീൻ ചെയ്യാം. വെള്ളയായതുകൊണ്ടാണ് ഭയങ്കര പെട്ടെന്ന് അഴുക്കറിയും. കറുപ്പൊക്കെ ആണെങ്കിൽ അറിയത്തില്ല. കറുപ്പല്ല, മെറൂൺ കളറ്, പല കളറുണ്ടല്ലോ, ഒന്നും അറിയത്തില്ല. അപ്പോൾ ഇനി ക്ലീനിങ്ങിൻ്റെ ദിവസങ്ങളാണ് വരുന്നത്. നോമ്പൊക്കെ ഇല്ല, റമദാനല്ലേ വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടട്ടെന്നും പറഞ്ഞാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ഞാൻ കട്ടിലിൻ്റെ പുറത്ത് ഒക്കെ കയറി നിന്ന് ഭയങ്കര പാടുപെട്ടാണ് ഈ ലീഫൊക്കെ തുടയ്ക്കുന്നത് ഫാനിൻ്റെ. ഇനി നമുക്ക് സ്വിച്ച് ഇട്ടൊന്ന് നോക്കാം. ഫാനിൻ്റെ നല്ല ക്ലീൻ ആയില്ല, കണ്ട. നല്ല പൊടിയൊന്നും നമുക്ക് അലർജി ഉള്ളവർക്കൊന്നും പൊടിയൊന്നും വരത്തില്ല. കൂടെ അടിക്കും. ഇതേമാതിരി തുടച്ചെടുക്കണം. സിറ്റ് ഔട്ടിലായതുകൊണ്ട് എപ്പോഴും ക്ലീൻ ചെയ്ത് ഇരിക്കണം. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.